ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ദിസ് ഇസ് വിപിൻ ആശാരി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കോഴിക്കോട് മാനഞ്ചിറ പാർക്കിലാണ്. അവിടുത്തെ വിശേഷങ്ങളും ആയിട്ട് ഞാനിന്നിവിടെ കൂടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ മരങ്ങൾ കണ്ടില്ലേ, ചില മരങ്ങൾ പൂക്കാറുമില്ല, കായ്ക്കാറുമില്ല, ഫലവൃക്ഷങ്ങൾ നൽകാറുമില്ല. പക്ഷേ അതിൻ്റെ ചോട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പും നല്ല ഒരു അന്തരീക്ഷവുമായിരിക്കും. അതുപോലെ തന്നെയാണ് ചില ആളുകൾ. അവരുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവരുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കായിപ്പോയൊരു ജീവിതമാണ് എൻ്റെത്. അപ്പോൾ ഞാൻ ഈ ചാനലാണ് എൻ്റെ ഇപ്പോൾ ഒരു പ്രതീക്ഷ. ജീവിക്കാനുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ചാനലാണ്. ഈ ചാനൽ മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ കാണുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വീണ്ടും ഓരോ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളാണ്. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഇതിന് ഇറങ്ങാനുള്ള കാരണം. നിങ്ങൾ തന്ന സപ്പോർട്ട് മാത്രമാണ് കേട്ടോ. ഈ മരങ്ങളൊക്കെ നോക്കിയേ, തണലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഈ മാനാഞ്ചിറ ഈ പാർക്കിൻ്റെ ഉള്ളിൽ. ചില മരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് അവസ്ഥ. ചില മരങ്ങൾ പൂക്കാറില്ല, കായ്ക്കാറില്ല, പക്ഷേ അത് തണലേക്ക് അതൊരു വടവൃക്ഷം, വലിയൊരു വൃക്ഷമായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അതിൻ്റെയൊക്കെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഈ ചാനലാണ് ആകെ എൻ്റെ പ്രതീക്ഷ. ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഹൈമാസ് ലൈറ്റ് ഉണ്ട്. ഇത് ആൽമരാണോ വേറെന്ത് മരമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല. അപ്പോൾ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു നല്ലൊരു മരമാണ് എന്തായാലും. നല്ല തണലേകി ആകെ നല്ലതാണ് കേട്ടോ. ഈ മരം നോക്കി, ഈ മരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്ത് മരമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചീനിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കത് കണ്ടിട്ട് അതിൻ്റെ ഇത് കണ്ടിട്ട് ചീനി മരമാണെന്ന് തോന്നുന്നത്. ഇപ്പം ഒന്നും മരങ്ങളൊന്നും കാണാറില്ല. ഉള്ള മരങ്ങളൊക്കെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ എന്താണെന്നോ, ഇനി വരും തലമുറയ്ക്ക് ഇതുപോലുള്ള മരങ്ങളൊന്നും കാണാനുള്ള ഉണ്ടാവില്ല. ഇതാണ് മാനാഞ്ചിറ എന്ന് പറയുന്ന ആ കുളം കേട്ടോ. വളരെ വിസ്താരമുള്ളതാണ് ഇത്. എത്രയേ വിസ്താരമുണ്ട്, ഇതിൻ്റെ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു 2-3-4 ഏക്കർ എന്തായാലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്ക്. 3-4 ഏക്കർ എന്തായാലും ഉണ്ടാവും. വലിയൊരു ജലസംഭരണി തന്നെ കേട്ടോ. ഈ ടൗണിൻ്റെ ഉള്ളിലും ഇത്രയും കാലമായിട്ട് സംരക്ഷിക്കപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ പാർക്ക് അതിമനോഹരമാണ് കേട്ടോ. കാരണം ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നാൽ സമയം പോകുന്ന അറിയില്ല. ഫുള്ള് മരങ്ങളാണ് കേട്ടോ. ഈ കോഴിക്കോടിൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മാനാഞ്ചിറ എന്ന് പറയുന്നത്. എന്താ മരം തണലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചില്ലകൾ നോക്കി, അതിൻ്റെ വേര് നോക്കി, വേരൊക്കെ നല്ല വേരുകളാട്ടോ. നല്ല പോലെ വേരുണ്ട്. ആ മരത്തിലേക്ക് അങ്ങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്ത് മരമാണ്, എന്തോ ഒരു മരമാണ്. പക്ഷെ അതിലേക്കൊക്കെ ഈ മരത്തിൻ്റെ വേര് അതിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കാനും അങ്ങനെയുള്ള പരിപാടികൾ ആസ്വദിക്കാനുമുള്ള സ്റ്റേജാണ് കേട്ടത്. ഇവിടെയൊക്കെ ഇരിപ്പിടം സജ്ജീകരിച്ചിട്ടുണ്ട്. മഴ പെയ്യുകയാണെങ്കിലൊക്കെ കയറി ഇരിക്കാനൊക്കെയുള്ള സജ്ജീകരണങ്ങളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. പക്ഷേ അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണം വ്യക്തമാകുന്നില്ല. ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്.
അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒക്കെ മരങ്ങളാട്ടോ, നല്ല മരങ്ങൾ, കുറേ കാലപ്പഴക്കമുള്ള മരങ്ങളാട്ടോ. അതിനൊക്കെ നല്ല വേരും പിടിച്ചിട്ടുണ്ട്. കിളികളുടെ ശബ്ദം അങ്ങനെ എല്ലാം ഉണ്ട്. ഈ പ്രതിമ ആരുടേതാണെന്ന് നോക്കാം. VK കൃഷ്ണമേനോൻ്റെ ശിലാഫലകം ആണിത്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബോൺ May 3, 1897 കോഴിക്കോട്. ഡെഡ് അറ്റ് October 6, 1974. മരണപ്പെട്ടത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് കേട്ടോ, കൃഷ്ണമേനോൻ. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. VK കൃഷ്ണമേനോൻ. അദ്ദേഹം ഈ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആ വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളായി മരങ്ങളുടെ ഒരു കൂമ്പാരമാണ്. മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. തണലാണ് ഫുൾ ടൈം. മെയിൻ കാര്യം ഇതിനുള്ളിൽ വന്നിരുന്ന തണലാണ് കേട്ടോ. പക്ഷികളുണ്ട്. ഇതെന്താ ഒരു കായ ഉണ്ട് കേട്ടോ ഈ മരത്തിൽ. എന്ത് കായാണ്? പറിച്ച് നോക്കാം. ഇതാണ് ഈ കായ. പഴുത്തതും ഉണ്ട് കേട്ടോ. ഇത് തിന്നാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ കായ. മധുരമുണ്ട്. എന്താ കായ? ഒരു തരിപ്പ് പോലെ കേട്ടോ, ഒരു തരിതരിയാണ് ഈ കായ. നല്ല കുറേ കായ ഉണ്ട് കേട്ടോ. ഒക്കെ കായാണ്, പഴുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കിളികളുണ്ട് കേട്ടോ. അയ്യോ, നല്ല തരത്തിൽ കായ ഉണ്ട് കേട്ടോ ഇതിൽ. നല്ല തരത്തിൽ കായുണ്ട്. കിളികളൊക്കെ വന്ന് തിന്നുകൊണ്ടിരിക്കുക. അണ്ണാൻകുട്ടി ഉണ്ട്, അണ്ണാനുണ്ട്, കിളികളുണ്ട്, കാക്കുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ യൂട്യൂബറാണ്. എന്ത് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ദിസ് ഇസ് വിപിൻ ആചാരി.